ഷാജഹാൻ, ഇദ്ദേഹം സലിം മടവൂർ പറഞ്ഞ ഒരു കാര്യം, ഈ റിപ്പോർട്ടിൽ പേരുണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ആരെയും ഭയപ്പെടാനില്ല, ഈ കമ്മിറ്റി വെക്കാൻ ധൈര്യം കാണിച്ച ഒരു സർക്കാരാണ് എന്നൊക്കെ പറയുന്നു. എന്താണ് അതിന് മറുപടി ഷാജഹാൻ? വിനോദ്, ഇതിനകത്ത് ഈ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ എന്താണ് പ്രസക്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പേരില്ലെങ്കിൽ എന്താ, പേരില്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ പിന്നെ പരാതി പേരില്ല എന്ന് പറയുമ്പോഴും ഇതിന്മേൽ നടപടിയെടുക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അതെങ്ങനെ? സലിം മടവൂർ അതായത് ഈ IPCയുടെ പുതിയ വേർഷനകത്ത് 0 FIR എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പരാതി എവിടെ കൊടുത്തോ അവിടെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാം, FIR ഇടാം. ഞാൻ ചോദിക്കട്ടെ, സലീം മടവൂർ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, ഞങ്ങളൊന്നും മറന്നിട്ടില്ല. എന്താണെന്നറിയാമോ? വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ കയറിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാരിൻ്റെ കയ്യിൽ ഡസൻ കണക്കിന് സ്ത്രീകളുടെ മൊഴികളുള്ള കോഗ്നിസബിൾ ഒഫൻസുകളുള്ള മൊഴികൾ, പേരുണ്ടോ ഇല്ലേ ഇരിക്കട്ടെ അവിടെ, അത് 5 വർഷം എടുത്ത് പൂഴ്ത്തി വെച്ചവർ, 5 വർഷം അതെടുത്ത് കക്ഷത്തിൽ വെച്ചവർ, അവർ ഇത് വിവരാവകാശ പ്രവർത്തകരുടെയും കോടതിയുടെയും ഒക്കെ സഹായത്താൽ ഇത് പുറത്തു വന്നപ്പോൾ ഉളുപ്പില്ലാതെ വന്നിരുന്നിട്ട് എന്താ പറയുന്നറിയാവോ? ഞങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെച്ചതെന്ന്. എൻ്റെ സലീം മടവൂരെ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതെന്തിനാണ് 5 വർഷം നിങ്ങൾ പൂഴ്ത്തി വെച്ചത്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നൊരു സർക്കാരായിരുന്നുവെങ്കിൽ സിനിമാ രംഗത്തുള്ള ഈ ലൈംഗിക ചൂഷണം സംബന്ധിച്ചിട്ട് അസംഖ്യം സ്ത്രീകൾ തന്ന മൊഴികൾ, രേഖകൾ, നിങ്ങൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കണം. മൊഴികൾ മാത്രമല്ല, ഡോക്യുമെൻറ്റുകൾ, ലൈവ് വീഡിയോകൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ, പെൻഡ്രൈവുകൾ, ഇത്രയും തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ 5 വർഷം ഇരുന്നിട്ട് അത് കക്ഷത്തിൽ വെച്ചവർ കോടതിയുടെയും വിവരാവകാശ പ്രവർത്തകരുടെയും സഹായത്താൽ ഇത് പുറത്തു വന്നപ്പോൾ ഇതേതാണ്ട് ഞങ്ങളേതാണ്ട് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ചെയ്തവരാണെന്ന് പറയുന്നതിനകത്ത് വല്ല ഉളുപ്പുണ്ടോ എൻ്റെ സലീം മടവൂര്? നിങ്ങളിത് ചെയ്തവരായിരുന്നുവെങ്കിൽ ഇത് 2019 ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് തരുമ്പോൾ തന്നെ അതിന്മേൽ നടപടിയെടുക്കണ്ടായിരുന്നു നിങ്ങൾ. ഞാൻ കർണാടകത്തിൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. കർണാടകത്തിൽ ഇതുപോലെ HD കുമാരസ്വാമിയുടെ മകൻ പ്രജ്വൽ രേവണ്ണ ആയിരക്കണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവുകൾ പുറത്തു വന്നു. അവിടുത്തെ ഗവൺമെൻറ് എന്താ പറഞ്ഞതെന്നറിയാമോ? സിദ്ധാരാമയ്യ ഗവൺമെൻറ് എന്താ പറഞ്ഞതെന്നറിയാമോ? സ്ത്രീകൾ വരൂ, പരാതി തരൂ, സ്ത്രീകളുടെ സ്വകാര്യത ഞങ്ങൾ സൂക്ഷിക്കാം, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, നിങ്ങൾക്കെല്ലാ സംരക്ഷണവും ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ വിളിച്ച് അവരിൽ നിന്ന് പരാതി വാങ്ങിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇപ്പോൾ 10,000 പേജുള്ള കുറ്റപത്രം അവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ കയറിയ നിങ്ങൾ ഡസൻ കണക്കിന് സ്ത്രീകളുടെ ഒരുപാട് മൊഴികളും പെൻഡ്രൈവുകളും ഡോക്യുമെൻറ്റുകളും ലൈവ് വീഡിയോയും ഉള്ളവർ അത് ഉപയോഗിച്ച് നടപടിയെടുക്കേണ്ടതിന് പകരം 5 വർഷം നടപടിയെടുക്കാതിരുന്നതിന് ശേഷം ഇന്ന് നിങ്ങളെന്താ പറയുന്നതെന്നറിയാമോ? സ്ത്രീകൾ പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ 2017 പരാതി തന്നല്ലോ, ഒരു വനിത, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടി 2017 പരാതി തന്നല്ലോ. ആ കേസ് എവിടെയാണ് സലീം മടവൂരെ കിടക്കുന്നത്? ആ കേസ് ഇപ്പോഴും കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് പെട്ടെന്ന് തീർക്കാൻ ഒരു എയർലി ഹിയറിങ്, ഒരു ഹർജി നിങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ പരാതി കൊടുത്തെടുത്ത് തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ 96 ദിവസമായിട്ട് ഒരു വിചാരണ കോടതി വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ പരാതി കൊടുത്തെടുത്ത് തന്നെ ഇതാണ് അവസ്ഥ. ഇനി ഇതിനിടയിൽ വിനോദ് പറയുന്നത് കേട്ടു, ഒരു 5-6 പോലീസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ വെച്ചു. എന്തിനാ കമ്മിറ്റിയെ വെച്ചെന്നറിയാമോ? കുറേ വനിതകൾ വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട്, അവരുടെ ആ കാര്യം അന്വേഷിക്കാൻ. ആ കമ്മിറ്റിയെ എൻ്റെ സുഹൃത്ത് ജോസഫ് സി മാത്യു കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞത് അതൊരു പിന്തിരിപ്പൻ കമ്മിറ്റിയാണെന്നാണ്. അതായത് പരാതിയുമായി വന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കാനുള്ള കമ്മിറ്റിയാണ് ആ വെച്ചിരിക്കുന്നത് എന്നാണ്. അതിൽ ജി പൂങ്കുഴലി എന്ന് പറഞ്ഞിട്ടൊരു AIG ഉണ്ട് കോസ്റ്റൽ സർവീസിലെ. അവർ വാളയാർ കുട്ടികളെ പീഡിപ്പിച്ച വിഷയങ്ങൾ, വടക്കാഞ്ചേരിയിലെ സ്ത്രീ പീഡനം, ഈ BJP ആയി ബന്ധപ്പെട്ടുകൊണ്ട് കുഴൽപ്പണ കേസ്, ഇതെല്ലാം അട്ടിമറിക്കുന്നതിൽ വലിയ പങ്കുള്ള സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ പോലീസ് അന്വേഷിക്കും. 2-3 മാസം കഴിയുമ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുക്കും മുഖ്യമന്ത്രിക്ക്. എന്താണെന്നറിയാമോ? ഈ വനിതകളൊന്നും പരാതി നൽകാൻ തയ്യാറല്ല എന്ന്. കാരണം ഈ വനിതകളെ കാണുന്ന കമ്മിറ്റി പരാതി കൊടുത്താലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എന്താണെന്ന് അവരോട് പറയുമ്പോൾ അവർ പോകും.
പല കാരണങ്ങൾ കൊണ്ടും ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു വനിതകളും പരാതി നൽകാൻ തയ്യാറാവില്ല. കാരണം അവരെ പരാതി നൽകുന്നതിൽ നിന്ന് ഈ കമ്മിറ്റി പിൻവലിപ്പിക്കും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷം കയ്യിൽ വെച്ചതിൻ്റെ കാരണം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി CPM-ൻ്റെ ചാനലായിട്ടുള്ള കൈരളി ചാനലിൻ്റെ ചെയർമാനാണ് 10-24 വർഷമായിട്ട്. അത് പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നുള്ളത് മമ്മൂട്ടിക്കറിയാം. മമ്മൂട്ടി പിണറായി വിജയനെ അതിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ട്, വ്യക്തമായി എനിക്കറിയാം. മമ്മൂട്ടി ജോൺ ബ്രിട്ടാസ് വഴി ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കളിയും കളിച്ചു സർക്കാർ ഇപ്പോഴും ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പിന്നെ രഞ്ജിത്ത് രാജിവെച്ചു. സർക്കാരിന് എന്താ പങ്ക്? സർക്കാർ ചേർത്ത് പിടിച്ചു. നിങ്ങൾ മൈതാന പ്രസംഗം നടത്തിയത് കൊണ്ടായോ? ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തി. ഇനി മൈതാന പ്രസംഗത്തിന് നിങ്ങളുടെ മറുപടി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം.